അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഹായ്, നമസ്കാരം. ഞങ്ങളപ്പോൾ ബാംഗ്ലൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, വൈഷ്ണവുണ്ട്, അരുണുണ്ട്, പിന്നെ ഗോപികുണ്ട്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ഏകദേശം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 3-3:30 ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എല്ലാവരും നല്ല ഉറക്കക്ഷീണത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബാംഗ്ലൂരിലോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എന്ത് തീർച്ചയായിട്ടും തുടങ്ങിയിരിക്കുകയാണ്. അതെ, നമ്മളിപ്പോ കറക്റ്റ് എവിടെ എത്തി? ഞങ്ങള് പാലക്കാട് എത്താറായി. നേരെ സേലം, ബാംഗ്ലൂർ. Hey Siri, please call HULU. I don't see a hulu hulu Find A to be Ariyanur. അങ്ങനെ ഞങ്ങള് ഈറോടെത്തി. അതെ അതെ അതെ, ഈ കാണുന്നതാണ് റോഡ്. ഇതാണ് റോഡ്. ഈ റോഡ് ഞാൻ അങ്ങനെ ഇവിടുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ റേഞ്ച് കൂടുകയാണ്. ഏറ്റവും വലിയ കോമഡി, ഞാൻ എന്റെ ബാഗ് എടുക്കാൻ മറന്നു. ഈ 2 ദിവസം ഞാൻ ഈ ഷർട്ടും പാന്റും ഇട്ട് നടക്കണമെന്ന് ആലോചിക്കും. അല്ലെങ്കിൽ അവനവന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. അല്ല പിന്നെ കൊറേ ഡ്രസ്സ് മാറി പിടിച്ചിട്ട് ഒരു ബാഗ് എടുത്തിട്ട് അത് കാറിൽ വെക്കാൻ പിന്നെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സേലത്തെത്തിയപ്പോൾ അതായത് ഫുഡ് കഴിക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ വണ്ടി ചാർജിങ്ങിലാണ്. അപ്പം ചാർജിങ് സ്റ്റേഷൻ കൂടെ ഉള്ളൊരു ഹോട്ടൽ കണ്ടപ്പം കയറിയതാണ്, ശരവണഭവൻ. അപ്പോൾ അവർ ചാർജിങ് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ എന്തായാലും സേലത്തെത്തി. ഇനിയിപ്പം ഇവിടുന്ന് ഫുഡ് കഴിച്ച് ചാർജ് ആയാൽ ഞങ്ങൾ നേരെ ടു ബാംഗ്ലൂർ. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. ഏട്ടൻ്റെ ബാഗ് എടുത്തിട്ടില്ല, അതായത് ഡ്രസ്സ് എടുത്തിട്ടില്ല, ബാഗ് എടുത്തിട്ടില്ല. ബാഗ് മറന്നു വീട്ടിൽ. അത് രാവിലെ വണ്ടിയൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന തിരക്കിൽ ഏട്ടൻ്റെ ബാഗ് വണ്ടിക്ക് വെക്കുമ്പോൾ. അപ്പം ഇനിയിപ്പോൾ പോണ വഴിക്ക് ഡ്രസ്സൊക്കെ മേടിക്കണം. ഇപ്പോൾ ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ കയ്യിൽ. ബാഗ് എവിടെ വെച്ച്? ഞാൻ അവളോട് ബാഗൊക്കെ നോക്കിയില്ലേ? എൻ്റെ തലയ്ക്ക്. അതേന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവനാൻ്റെ കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് അവനാൻ്റെ കടമയാണ്. ബാഗ് പോലും എടുത്ത് വെക്കാതെയാണ് ഒരാൾ ബാംഗ്ലൂർക്ക് വന്നിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഓൾറെഡി 2 ബാഗ് ഉണ്ടായിരുന്നു. ആ 2 ബാഗും ഞാൻ എടുത്തിട്ട് കാറിൽ വെച്ചു. അവനവന്റെ കാര്യം മാത്രം നോക്കി. ഞാൻ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തി അതിന്റെ കാര്യങ്ങൾ നോക്കി ബാഗ് എടുത്ത് വെക്കുന്ന രീതിയിൽ ഇറങ്ങിയതാ. അപ്പൊ അതാരാ ചെയ്യാ? എന്നോട് ബാഗ് എടുത്ത് വെച്ചില്ലെന്ന് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു. അപ്പൊ അതാരാ ചെയ്യാ? വണ്ടിന്റെ ചാർജർ ചെയ്യണ പരിപാടി കാര്യം ചെയ്യപ്പോ എന്തായാലും മറന്നു. ഇനിയിപ്പോൾ ഡ്രസ്സ് ഇടണമെന്നുണ്ടെങ്കിൽ വേറെ വാങ്ങിച്ചിട്ട് വേണം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ശരവണഭവനിക്ക് കയറി. നല്ല ഇഡ്ഡലിയും ദോശയും ഒക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ സ്ട്രെയിറ്റ് ബാംഗ്ലൂർ. വണ്ടി ഏകദേശം ചാർജ് കംപ്ലീറ്റ് ആവാറായി. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഈ ശരവണഭവൻ്റെ ഏരിയയിൽ. ചെറിയ ടെക്സ്റ്റൈൽസ്, ATM എല്ലാം. അപ്പോൾ ബാംഗ്ലൂരിൽ ചെന്നിട്ട് പെട്ടെന്നുണ്ടായ ട്രിപ്പാണ് ആക്ച്വലി. ഞങ്ങളങ്ങനെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ടീഷർട്ടൊക്കെ ഒന്ന് നോക്കട്ടെ. ബാഗൊന്നും എടുത്തിട്ടില്ലല്ലോ. കിട്ടിയോ? ഇല്ല. മെഡിക്കൽ സർവീസും ഉണ്ട്. അതെ, ഗാർഡൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ, പിന്നെ വാവ്,
ചാർജിങ് സ്റ്റേഷനിൽ ഒരു ചാർജിങ് ഏരിയ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തർ വന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകുക. എന്തായാലും ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഏകദേശം കുറേ കാറുണ്ട്. ഞങ്ങൾ കറക്റ്റ് 99% ആയപ്പോൾ പവർ മൊത്തം ഓഫായി. ഞങ്ങൾ ചാർജിങ് നിർത്തി. ഞങ്ങൾ നേരെ പോവാണ്. ഞങ്ങൾ ഇനി ഇങ്ങനെയാണ് ബ്ലോഗ് ചെയ്യുക. എങ്ങനെ പണ്ട് എന്ത് തൊട്ടിത്തരത്തിനും എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ MBA ഒക്കെ ചെയ്ത് ജോലി കിട്ടിയപ്പോൾ ആള് പെട്ടെന്ന് നമ്മളൊക്കെ ലോക്കൽസ് ആയി. ഇരിക്കണുണ്ടല്ലേ, എന്ത് ചെയ്യാം. അല്ലെങ്കിലും പഴുത്തില വന്നാൽ പച്ചിലേനെ എല്ലാവരും മറക്കും. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ ഏകദേശം എത്താറായി. ഇപ്പോൾ ശ്രീനിധി വൈഭവ വെച്ചില് ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാൻ സമയം ഉച്ചയായിട്ടുണ്ട്. ഏകദേശം 2 മണിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തും. എങ്ങനെയുണ്ട് ബദാം മിൽക്ക്? എന്തൊരു സന്തോഷമില്ലാത്തത്. വരും, നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. വൈഷ്ണവേട്ടൻ്റെ ഒരു കസിൻ അവിടെയാണ് ഇപ്പോൾ വന്നത്. അവിടെ ഇറങ്ങി ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ എന്തായാലും ഡ്രസ്സ് ഒന്നും എടുക്കാതെയാണല്ലോ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ താഴെ തന്നെ സ്റ്റുഡിയോ ഉണ്ട്. താഴെ തന്നെ സ്റ്റുഡിയോ ഉണ്ട്. ഒന്ന് അവിടെ പോയി നോക്കാം. അങ്ങനെ ഇവിടെ ഫുൾ മഴയാണ് പുറത്ത്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആക്ച്വലി എവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ അടുത്താണ് മണീസ് ദം ബിരിയാണി. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന്. അതെ, ഗോപാലൻ മാള മാളിൻ്റെ ഒക്കെ ഏരിയൻ്റെ അടുത്താണ്. ഓർഡർ ചെയ്ത ബിരിയാണി എത്തി. അങ്ങനെ മഴയത്ത് ഞങ്ങൾ ബാംഗ്ലൂരിൽ ഞങ്ങൾ നടക്കുകയാണ്. നല്ല മഴ കേട്ടോ. ഇവിടെ റോഡൊക്കെ പെട്ടെന്ന് വെള്ളം പൊന്തി. നിങ്ങളിപ്പോൾ മണീസ് ദം ബിരിയാണി ഒക്കെ കഴിച്ച് ഒരു സ്വീറ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ബ്രൗണി. ഇപ്പോൾ റൂമിലൊക്കെ കയറി സെറ്റായി. ഇനി ഒന്ന് രാത്രി വീണ്ടും പുറത്തേക്ക് ഇറങ്ങാണ്. വണ്ടി ചാർജ് ചെയ്യണം. അപ്പോൾ കാണിച്ചു തരാം. മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ബാംഗ്ലൂർ കുറച്ച് വെന്നാർഘട്ട നാഷണൽ പാർക്ക് അങ്ങനത്തെ കുറച്ച് സ്ഥലം പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ മഹദി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. ഞാൻ കാണിക്കും. കളർ പെൻസിൽ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ ബോർഡർ ലൈൻ കൊടുക്കുകയാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഓൾഡ് മദ്രാസ് റോഡിലുള്ള ഗ്ലോബസ് ഹോട്ടലിലാണ്. നല്ല കിഡ്ലൻ ആയിരുന്നു, നല്ല നീറ്റും എല്ലാം ആണ്. ഞങ്ങൾ വെറുതെ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളപ്പോൾ റെഡിയായി. ഇനി ഫുഡ് കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചാവും. ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് രാവിലെ പുറത്തേക്ക്. ആരും റെഡി ആയിട്ടൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന സ്ഥലമൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇത് ഇന്നലെ ഏട്ടൻ മറന്നു വെച്ചത് പ്രകാരം സ്റ്റുഡിയോ പോയി എടുത്ത ഷർട്ടാണ്. നല്ല എന്താ പറയാ അല്ല പൂക്കള് മറ്റേ എന്തോ നമ്മൾ പറയില്ലേ, പൂക്കളിച്ചിട്ടോ എന്തോ പറയില്ലേ, പുഷ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും അരുണേട്ടൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ല ഇന്നലെ രാത്രി. അരുണേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയത്. അപ്പം അരുണേട്ടൻ അങ്ങോട്ട് വരും. അപ്പൊ ഞങ്ങൾ റൂമിന്റെ ചാവി അരുണേട്ടൻ കൊടുത്തിട്ട് ഞങ്ങൾ
ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാൻ വിചാരിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുള്ളൂ. പറഞ്ഞോളൂ, ഹിസ്റ്ററി പറഞ്ഞോളൂ. സാർ പറയൂ, ബന്നർഘട്ട എന്നുള്ള നാഷണൽ പാർക്കിന് എങ്ങനെയാണ് പേര്? അല്ല, ഞാൻ ഒന്ന് സ്റ്റൈലായിട്ട് ഇരിക്കട്ടെ എന്നിട്ട് പറയാം. ഓക്കെ, ഒന്നുകൂടി. എന്താ ബന്നർഘട്ട ഞാൻ ചോദിക്കാം. സാർ, ഈ ബനർഘട്ട എന്നുള്ള പേര് എങ്ങനെയുണ്ടായത്? സാർ പറയൂ. കുറെ ആലോചിക്കാം. ഞാൻ കട്ട് ചെയ്തോളാം. സാറിൽ പറഞ്ഞോളൂ. അത് പണ്ട് ഇവിടെ ഭയങ്കര മറ്റേ ബനാനയുടെ കൃഷിയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഒരാള് വന്ന് അവിടുന്ന് ബനാന കട്ടു. ബാംഗ്ലൂർ ആയതുകൊണ്ട് അന്ന് ബാങ്കുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ബനാന വെച്ചു. അപ്പൊ ആ ബനാന വെച്ച പ്രദേശമാണ് പിന്നീട് ബനർഘട്ട ഇട്ടിട്ട് അത് ഫുള്ള് കട്ടെടുത്തു. അങ്ങനെയാണ് ബനർഘട്ട എന്നായത്. അത് ലോപിച്ചതാണ്. അത് കട്ടുവെച്ചിട്ടാണ് ബനർഘട്ട എന്നായത്. അതാണ് അതിന്റെ. അങ്ങനെ ഞങ്ങള് ബന്നാർഘട്ട എത്തി, നാഷണൽ പാർക്കിന്റെ അവിടെ എത്തി. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന കാര്യമൊക്കെ ശരിയാക്കാൻ വേണ്ടി പോയി. നല്ല തിരക്കാട്ടോ, ഭയങ്കര തിരക്കാണ്. ആക്ച്വലി നല്ല തിരക്കാണ്. ഞങ്ങൾ ജംഗിൾ സഫാരിയാണ് ഓപ്റ്റ് ചെയ്തത്. ഒരാൾക്ക് പെർ ഹെഡ് 400 റുപ്പീസാണ്. സഫാരി വിത്ത് ബസ്സാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഏകദേശം 2:30ക്കാണ് സ്ലോട്ട് കിട്ടിയത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരാൾക്ക് 400 രൂപയാണ് ടിക്കറ്റ്. നല്ല തിരക്കാട്ടോ, ഹോളിഡേയും കൂടി ആയിട്ട് നല്ല തിരക്കാണ്. വൈഷ്ണവേട്ടന് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ബെൽറ്റ് ഞാൻ ഊരി കൊടുത്തു. നമ്മളങ്ങനെ സോഡ വാങ്ങി. ഗോലി സോഡ കുടിക്കുക. നമുക്ക് എന്താണ് ബന്നർഘട്ട നാഷണൽ പാർക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? നല്ലൊരു പാർക്ക്, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കാഴ്ചകൾക്ക് വേണ്ടി. കാഴ്ചകൾക്ക്. ഞങ്ങൾ അങ്ങനെ 2:30ക്കാണ് ബസ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചു. ഇവിടെ ഒരു ഉള്ളിൽ കുറച്ച് ഷോപ്പിങ്ങിനും ഹോട്ടൽസും എല്ലാം ഉണ്ട്. ഇപ്പോൾ ടോയ്ലറ്റും കാര്യങ്ങളും. ഞങ്ങളുടെ സമയം ഏകദേശം 2:30 ആവാറായി. ഞങ്ങൾ ഇതിൻ്റെ ക്യൂ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. കുറേ ക്യൂ നിന്നു, പിന്നെ കുറേ സ്ഥലത്ത് പോയിരുന്നു. അവസാനം ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റിനുള്ളിലേക്ക്. ഒരുവിധം എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും. ആന, കരടി, അടിപൊളിയായിരുന്നു. കരടി ഡാൻസ് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലെപ്പേർഡ് എല്ലാം അങ്ങനെ നമ്മൾ ബസ്സിലും ഒരു പുറത്തും നടക്കുക. ഒരു പേടിൻ്റെ വെച്ചാൽ പേടിയുണ്ട്, പക്ഷെ നല്ല രസമാണ്. അത് കഴിഞ്ഞ് സിംഹം. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അവർക്ക് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ കാണാൻ പറ്റും. സിംഹവും കടുവയൊക്കെ ഭയങ്കര സൈസാട്ടോ, നല്ല വലിപ്പം. ബസ്സിനും ആ ഒരു വലിപ്പത്തിൻ്റെ റേഷ്യോ കണ്ടില്ല നിങ്ങൾ, അജ്ജാതി സൈസാ. അങ്ങനെ ഞങ്ങള് ഇറങ്ങി കിട്ടലായിരുന്നു കണ്ടു. ഞങ്ങളുടെ കുറേ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അടിപൊളി സഫാരി ആയിരുന്നു. അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. വീഡിയോയിൽ കാണാം. അങ്ങനെ സഫാരി കഴിഞ്ഞ് ഞങ്ങള് കാറിൽ കയറി തിരിച്ചു പോയി. അങ്ങനെ ജസ്റ്റ് ഞങ്ങളിപ്പം തിരിച്ച് റൂമിലെത്തി. ഒരു പബ്ബിലൊക്കെ പോയി അടിച്ച് റൂമിലെത്തി, ഫ്രഷായി കിടന്ന്
നാളെ ഞങ്ങൾ ബാക്ക് ടു കേരള, ഞങ്ങൾ നാട്ടിലേക്ക് പോകും. ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് മടങ്ങുകയാണ്. വരും. പിന്നെ ആ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഒരു ബോട്ടിംഗ് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. നല്ല ചെറിയ മഴേന്റെ ക്ലൈമറ്റ് ഉണ്ട്. മഴ പെയ്യോ അറിയില്ല, മറ്റേ പെഡൽ ബോട്ട് അവർ ചവിട്ടി ചവിട്ടി നടുക്കിലെത്തുമ്പോൾ മഴ പെയ്യോന്ന് അറിയില്ല. ബോട്ടിങ്ങിന് ഇറങ്ങാണ്. മഴ വരുന്നുണ്ട്. പ്രതീക്ഷിച്ച് കയറി, നല്ല മഴ. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തോട് വിട പറഞ്ഞു പോകും. ഇത് മറ്റേ ഈ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ബായ് പറയൂ. ഗ്ലാസ് ഇതാ, തൽക്കാലം അത് വെച്ച് ബൈ പറ. ആ, ഈ വീഡിയോ അവസാനിക്കുകയാണ് എന്നുള്ളത് പറ. താങ്ക് യു ഫോർ വാച്ചിങ്. വൈഷ്ണവേട്ടാ ഒരു ബായ് പറയൂ. അപ്പൊ cheers, bye. ആവശ്യമായിട്ട് ഞങ്ങൾ കുട്ടിയിരുന്നു.